ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളുടെ എനിക്ക് തോന്നുന്നു Day 4 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് മുംബൈ ദർശന് പോവാട്ടോ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുംബൈയിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പം നമ്മളിങ്ങനെ ബസ്സിൽ കയറി ഇരുന്നാൽ മതി. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ അങ്ങനെ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലേ? അതെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ആൻഡ് അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഫസ്റ്റ് കാണുന്നതാണ് ഓൾഡ് താജ്. പിന്നെ പുതിയത് വലിയ ബിൽഡിംഗ് ആണ് ഓൾഡ് താജ്, ന്യൂ താജ്. ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നത് ഓൾഡ് താജ്, റൈറ്റ് സൈഡ് ഉണ്ടായത് ന്യൂ താജ്. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ പോയി. അവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര വെയിലുണ്ടോ, ഭീകര വെയിലുണ്ടോ, രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയത് എത്ര, ഒരു 7 മണി 7:30 8 മണി എന്തായപ്പോൾ ഇറങ്ങി. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പിക്ക് ചെയ്ത് വന്നു. എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്പോട്ട് നമ്മളിവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൽ പോയി. എന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിൽ പോയിട്ട് അതിൻ്റെ അവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു തരും എന്തൊക്കെയാണ്, എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു തരുമേ. അങ്ങനെ അവിടെ പിന്നെ ഇന്നത്തെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ബോട്ടിങ്ങിനൊക്കെ പോയി. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളൊരു മ്യൂസിയത്തിലാണ് പോയത്. മ്യൂസിയം വാസ് നൈസ്, ഭയങ്കര രസമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിൻ്റെ അടുത്ത് പോകുന്ന സ്ഥലത്തായിരുന്നു മ്യൂസിയം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ പോലൊരു മ്യൂസിയം. ഇവിടെ കുറേ എന്താ പറയുക, ഏൻഷ്യൻ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അത് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നേ. ഞാൻ ഇങ്ങനെ കറക്കിക്കൊണ്ട് വരും. ഇപ്പോൾ ഓക്കെ, ഈ സാധനം ഇതാണെങ്കിൽ ഇങ്ങനെ കറക്കിയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്തോ സാധനമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണ എന്താണ് മ്യൂസിയത്തിൽ കാണുന്നത് അതേപോലെ തന്നെ കുറേ ഏൻഷ്യൻ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ കുറേ കഥയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ച്വലി നമ്മൾ AC കൊള്ളാൻ വേണ്ടി കയറിയത്, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ആക്ച്വലി നമ്മൾക്ക് ഇങ്ങനെ ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇന്ന സമയത്തുള്ളിൽ നമ്മൾ എത്തണം എന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ നിന്ന് അടുത്ത സ്പോട്ടിൽ നിന്ന് നമ്മളെ എടുത്തോളൂ. കാരണം നമ്മൾ അതിനെ വെയിറ്റ് ചെയ്യില്ല. എന്നിട്ട് ഞാൻ ചാനൽ ആക്ച്വലി എവിടെയോ നമ്മൾ പോയിട്ട് ഫുഡ് എന്തോ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന സമയത്ത് ഇച്ചിരി നേരം ലേറ്റ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കിട്ടാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ഥലമാണ് പ്ലാനറ്റേറിയം. ഇത് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഞാൻ ചാനലൊക്കെ ഓരോ നമുക്ക് ചെയ്യാണെങ്കിലൊക്കെ ഒരു ആക്ടിവിറ്റീസൊക്കെ കാണും. അപ്പം ഇവിടെ സയൻസ് ഉണ്ടായിരുന്നു, ഫിസിക്സ് ഉണ്ടായിരുന്നു, പിന്നെ മാത്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മളുടെ എനിക്ക് തോന്നുന്നു അറ്റൻഷൻ സ്പാനോ അങ്ങനെ എന്തോ സാധനം ചെക്ക് ചെയ്തതിനെ പറ്റിയായിരുന്നു. പിന്നെ അവിടെ ക്വിസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് ഫിസിക്സ് ബന്ധപ്പെടുത്തി എന്തൊരു സാധനമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇത് ഫ്രണ്ടിൽ വന്ന് കയറുമ്പോഴേ ഉള്ള ഐറ്റം കേട്ടോ. അപ്പം ഇതിങ്ങനെ ഭയങ്കര, പക്ഷെ നമുക്കുണ്ടല്ലോ ഇവിടെ ആക്ച്വലി കുറേ സമയം കിട്ടിയില്ല ചിലവഴിക്കാൻ. നല്ല രസമായിരുന്നു. ഇതാണ് മറ്റേ എന്താ പറയുക, സ്പേസിൻ്റെ ഒക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര രസമാണ്. എന്നിട്ട് ഇവിടെ മറ്റേ ആസ്ട്രോനോട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് കയറിയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, നേരത്തെ എല്ലാവരും ഫുഡ് കഴിച്ച സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോഴാണ് ആക്ച്വലി പോയത്. ഞങ്ങൾ അതിന് മുന്നേ പോയായിരുന്നു. അതിന് ഞങ്ങൾ ഞാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശാലിന് ഇവിടെ ചീസ് കേക്കാണ് കഴിക്കണം എന്ന് വിചാരിച്ച് പുള്ളിക്കാർ ആദ്യമായിട്ട് കഴിക്കണം. അപ്പം എനിക്ക് ഞാൻ ആദ്യമേ എവിടെച്ചോ കഴിച്ചുകൊണ്ട് എനിക്കവിടെ വലിയ ഇഷ്ടമായില്ല. അപ്പം എന്താണ് അപ്പം നമ്മളിങ്ങനെ അതിൽ കൂടെയൊക്കെ വഴി കൂടെയൊക്കെ നടന്ന് ഈ സമയത്ത് ആക്ച്വലി ഞങ്ങളൊരു ബുക്കും കൂടെ മേടിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ വെച്ച് മറന്നു സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാർക്കിൽ വന്നു. പാർക്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് വെയിലായിരുന്നു ആദ്യമേ, പക്ഷെ എന്നാലും ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 12D ഷോ കണ്ടത്. അത് ഒരു ഓർഡിനറി ഷോ ആയിരുന്നു. പക്ഷെ അത് ചെയ്ത സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സീറ്റിൽ പറഞ്ഞ് പോവുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഊർന്ന് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ആളുണ്ടായിരുന്നു എന്നെ പിടിച്ചു നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് ഓഫ് ദി ഡേ ആണ് ബീച്ച് കേട്ടോ. ഈ ബീച്ചിൻ്റെ പേര് ഐ ഫോർഗോട്ട് ദ നെയിം. പക്ഷെ എന്നാലും രസമുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കേട്ടോ മറ്റേ ഇത് കഴിക്കുന്ന ഗോലി അല്ലേ, അതെ, ആ സാധനം കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാര്യമാക്കണേ ഞാൻ ക്യാമറ തുടയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ കഴിച്ചു. പിന്നെ അവിടെ അത്യാവശ്യം നമുക്ക് ആക്ച്വലി വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇല്ല. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ സ്ഥലത്തും ടൈം പീരീഡ് ഭയങ്കര ഷോർട്ടായിരുന്നു. പക്ഷെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. ആക്ച്വലി നമുക്കൊരു കൂപ്പോൺ എന്തോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് എന്തോ എന്താണ് പാവഭാജിയോ അല്ലല്ലോ എന്തോ പൂരി ബേൽപൂരി കഴിച്ചു. പിന്നെ ആ ഗോലി കഴിച്ചു. അത് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യണേ. ഇങ്ങനെ സിനിമയിലേക്ക് കണ്ടിട്ടുള്ളത് ട്രൈ ചെയ്യണേ. ഇതിന് മുന്നേ ഞാൻ ഇൻ റിയൽ ലൈഫ് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട്
നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോട്ടിൽ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ വട്ട് കയറി. സോ ഐ തോട്ട് ഐ വിൽ കളർ മൈ ഹെയർ. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ കളർ ചെയ്യുവാണ്. എനിക്ക് നേരത്തെ ഓക്കെ, അപ്പോൾ എനിക്ക് നേരത്തെ ഇതേപോലെ കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഗ്ലോബലായി ചെയ്യണമെന്നുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിനാണ് ചെയ്യുന്നത്. അപ്പോൾ ശാലിന് അവളുടെ ഹെയർ സ്പാ കഴിഞ്ഞിട്ട് അവൾ പോസ്റ്റ് ഇട്ടിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ആക്ച്വലി ഒരു 3 മണിക്കൂർ പ്ലസ് എടുത്തു. 3 മണിക്കൂർ അവർ പറഞ്ഞു, പക്ഷെ അതിൽ കൂടുതലെത്തും. ഫസ്റ്റ് വന്ന കസ്റ്റമറും വന്നതും പിന്നെ പോയതും നമ്മളായിരുന്നു ലാസ്റ്റ്. പക്ഷെ എനിക്ക് അടിപൊളിയായിട്ടൊരു ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് വാസ് എ ബിറ്റ് എക്സ്പെൻസീവ്, പക്ഷെ എന്നാലും സെറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയത് ലവ് ദിസ് പ്ലേസ്. ഇതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആട്ടോ. ഞാൻ ആദ്യമായിട്ട് ജാപ്പനീസ് ഫുഡ് കഴിച്ചത് ഭയങ്കര രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഓക്കെ, ഞാൻ ഈ ഡിഷിൻ്റെ പേരൊക്കെ മറന്നു, പക്ഷേ ഇറ്റ് വാസ് നൈസ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്ന ദിവസം. ഈ കോച്ച് സെറ്റ്സ് നമ്മൾ ആക്ച്വലി ഇവിടുന്ന് മേടിച്ചാട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ടൊക്കെ ചെയ്തു. ഞാൻ എയർപോർട്ടിൽ വന്നു. എന്നെ ശാലൻ ഇവിടം വരെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഞാൻ തിരിച്ച്